ഇങ്ങനെ വഴിയിലിറക്കിട്ട് പോകാനായിരുന്നെങ്കിൽ മേലാളന്മാരുടെ കൈയും കാലും പിടിച്ച് തന്നെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകും. നിന്റെ മനസ്സിലുള്ളത് നീ പൊത്തിവെച്ച ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും ചെയ്യാൻ? അത് നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കില്ലെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ജീവിക്കണം തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വിശ്വസിച്ച പെൺകുട്ടി കൊടുത്ത വാക്കാം. ഹായ്, എൻജോയ് ചെയ്യുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് മൂവിയിലെ ആ നെക്സ്റ്റ് സീനാണ്. അപ്പൊ ഡേ 8 സംഭവങ്ങളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരാളെ പിടിച്ചു അല്ലെ, പ്രത്യേകിച്ച് ആ UP-യിൽ പോയിട്ട് ആ ഗ്രാമത്തിലുള്ള ഒരു വല്ലാത്തൊരു സീനായിരുന്നു. അതായത് മാസും ഉണ്ട്, അതുപോലെ തന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന സാധനങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ടും നമ്മളെ വല്ലാണ്ട്, പ്രത്യേകിച്ച് ആ ഒരു പോലീസുകാരൻ, അതായത് യോഗേഷ് എന്ന് പറഞ്ഞ അവിടുത്തെ പോലീസുകാരൻ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും പറയണ്ട. അപ്പൊ അതിന് ശേഷം വരുന്ന അവരെ കൊണ്ടുപോകുന്നവരെ കാണിച്ചല്ലേ. യെസ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ സീനിട്ട് പോകാം. റെഡി അല്ലേ? 8 9 അവരവിടെ നിന്ന് നേരെ പോയതാ കാണിക്കുന്നത് ഏകദേശം അല്ലേ. ഓ, ഇന്നലത്തെ അടിപൊട്ടിയ അവശിഷ്ടങ്ങള്. ഫോണൊക്കെ പോയി. ചെറുതായിട്ട് മിസൈലിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. മിസൈലിന്റെ കുറവുണ്ടാ. ഗുഡ് മോർണിംഗ് ജോർജ്, ഞാൻ ഇത്രയായിട്ട് കോൾ പണ്ണ. ഞങ്ങൾ ഇന്നലെ രാത്രി ടിക്കറി എന്ന് പറഞ്ഞൊരു വില്ലേജിലായിരുന്നു സാർ. അവിടെ ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതാളെ പേര് എന്നാച്ച്? അവരുമായിട്ട് ബന്ധമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. Look, George, that's not enough. The media has been screwing it up. In the ജയകുമാരോட ലഞ്ചം വാങ്ങുന്ന വീഡിയോ, it's been leaked out last night. அவரோட விஷயத்துல நீங்க தான் பிடிவாதமா இருந்தீங்க. And I stood for you. ஞாபகம் இருக்குல்ல? ഉണ്ട് സാർ. I've been called to the IG's office. எனக்கு கிடைக்கிற பிரஷர் நான் உங்களுக்கு கொடுக்கல. அது என்னோட மரியாதை. உங்களோட கௌரவத்தை நீங்க தான் காப்பாத்தணும். ഓ, അത് ലീക്ക് ആയതാണ്. കാരണം ഇവിടെ പെട്ടുപോയില്ലേ ഇവരിപ്പോ. അത് മാത്രമല്ല, അവരുടെ വിശ്വാസം കുറക്കാൻ. ഇവരാണ് അന്വേഷിക്കാൻ പോയതൊരു വിശ്വാസം പറയില്ലേ, ലീക്കായി. അപ്പൊ മുന്നേ ന്യൂസ് മാത്രമേ വന്നുള്ളൂ, ലീക്ക് ആയില്ല. എന്തായി ചെയ്യാ പറയണില്ലേ? ഒക്കത്തെ പോറ സാറേ നായിന്റെ മോനെ. साले चीचड़ों, हमारी मार के हमारे यूपी से निकल जाएगा क्या? നിന്നെക്കൂടെ പറയിപ്പിക്കണമെങ്കിലേ പോലീസുകാരുടെ പഴയ വിദ്യ തന്നെ എടുക്കേണ്ടി വരും. പോലീസിന്റെ സംഭവം. हथौड़ा और बॉम्बिया भाई के जिगरी दोस्त हैं आमिर और चुल्फी भाई. वो लोग एक बहुत बड़ा प्लान लेकर आए थे, बहुत बड़ा. चाइना, हांगकांग और अमेरिका में एक्सपोर्ट बिजनेस. हमें काम समझाने के बाद आमिर भैया चाइना के लिए निकल गए. वहां उन्होंने मार्केट समझा. डीलरों से मिलकर बड़ा ऑर्डर लेकर वापस आए. कर्नाटक देश के सारे शिकारियों को हाथी के दांत के लिए एडवांस दे दिया. में माल वापस चाहिए और अब 30 करोड़ की जरूरत है. उसके लिए आमिर भाई टाका डालने वाले थे केरला में. അത് കാണിക്കാൻ പറ്റില്ല, വൈൽഡല്ല, ബ്ലർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
ഇത് ഭയങ്കരമായിട്ട് നമ്മള് കേൾക്കുന്നില്ലേ, കൊമ്പിന്റെ, ആനക്കൊമ്പിന്റെ. वो 4 लोग का हम या बयाकपुर रेलवे स्टेशन जा, पिछवाड़े में कूदा है, टक्कर लेकर दिखा। ഓ क्या होगा? ആള് ഭയങ്കര കോൺഫിഡന്റ് ആണ്, മറ്റേ രീതിയില് എന്നെ പറ്റൂല ഒന്നും. ആ റൂട്ടിൽ 2 ട്രെയിനേ ഉള്ളൂ യോഗേഷ് പറയുന്നു. ഒന്ന് 10:10 മറ്റേത് 11:30. എത്ര ഓടി ചെയ്താലും അവിടെ എത്തില്ല സാർ. वंडी एक्सप्रेस ഫുള്ള് പിടിക്കാനുള്ളൊരു ഇതല്ലേ. ഞാൻ ഇനി അത്ര ദിവസമുള്ളൂ, 2 ദിവസമുള്ളൂ, 9, 10. 2 ദിവസം. ആ ഇത് 9ാമത്തെ ദിവസമാണ് ഇപ്പൊ. കറക്റ്റ് ഇനി 9 ദിവസം തുടങ്ങുകയും ചെയ്തു. ഓ ഇവിടെ പൊളിറ്റിക്കൽ പ്രഷർ, മറ്റേത് അത് പ്രശ്നമായി അവിടെ. ചവിട്ടി പിടിച്ചോ സേ. നമുക്ക് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ മറ്റേ കാര്യം, ആർക്കും പറഞ്ഞില്ല. ഹലോ, എന്നാ മോളെ? എന്നാ അപ്പ വണ്ടി ഒന്ന് നോക്കിക്കോട്ടെ. വീട്ടിൽ നിന്നാണല്ലോ. സീനാവോ? അതുപോലെ ഉണ്ട്, അറിയുന്ന പോലെ ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? സമയം ആ ഈ സമയത്ത് കോൾ വന്നാലും ശരിക്ക് ഇതാണെങ്കിൽ എടുക്കരുത് അറിയോ, ശരിക്ക് ഓപ്പറേഷൻ ടൈം അല്ലേ? സമയം വൈകല്ലേ? വണ്ടി എടുക്ക് ജോസേ. ജോസേ വണ്ടി എടുക്കാൻ. മുന്നേ എന്തെങ്കിലും കേസുമായിട്ട് നമ്മൾ പോകുമ്പോ വീട്ടിലെ കാര്യം തൽപ്പ സമാധാനം ഉണ്ടായിരുന്നു സാറേ. അതിലിപ്പോ എന്തുണ്ട്? വീട്ടിൽ നിന്റെ കൊച്ചാ വിളിച്ച് ഇതിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ കൈക്കൂലിക്കാരെന്നാ പറയുന്നത്. എന്റെ മോളെ എന്നോട് ചോദിക്കോ സാറേ, അപ്പായും കാശ് വാങ്ങിയിട്ടുണ്ടോ? ഞാൻ അവിടെ എന്നാ പറയും സാറേ? അതൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ ജോസേ, നീ വണ്ടി എടുക്കേ. ആ സാറിനോട് അപ്പോഴേ പറഞ്ഞതാ, ഇങ്ങനെയുള്ള കള്ളം കൂടെ കൊണ്ടുവരുമോ, അവനെ അവർക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയും. സാറേ ഇറങ്ങി പുറത്തിറങ്ങണം. ഇറങ്ങി എന്റെ ചത്തുപോയതിന്റെ അപ്പം കളയിച്ചാണ് സ്കോളിലെടുത്ത്. ഓ ഇവർ തമ്മിലടി. ഇതാണ് നമുക്കിട. അയ്യോ അവസ്ഥ. വണ്ടി ഇടിച്ചാലേ പറയണ്ടായിരുന്നോ? സത്യല്ലേ? ആ സീനിയർ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ. ആൾക്ക് സന്തോഷമായിരിക്കും. ലേറ്റ് ആവുന്നതനുസരിച്ചിട്ട് പോവാൻ പറ്റില്ലല്ലോ, ട്രെയിൻ പിടിക്കണം എന്ന് പറഞ്ഞല്ലേ. എന്നെ ഇടത്തേക്ക് വരുന്നില്ല സാറേ. എടാ ജോസേ, എന്നെ കേസിൽ പിടിച്ച അന്ന് മുതലേ നിന്നെ ഞാൻ 100 വട്ടെങ്കിലും വിളിച്ചിട്ടുണ്ട്. നീ എടുക്കാൻ കൂട്ടാക്കിയില്ല. ഒരു തരി പൊന്നു പറഞ്ഞാൽ പോലും പെമ്പിള്ളേർ കെട്ടി തോന്നാറില്ല സാർ. എന്റെ ചെവിടെ കത്ത് കൊച്ചിനെ കെട്ടിച്ചുണ്ട്. ചികിത്സയ്ക്കുണ്ട് സാർ ഞാൻ പൈസ വാങ്ങി. ഗതിയില്ലാത്തോണ്ട് ഒരു കോര കെട്ടിപ്പോക്കാൻ നോക്കി. അതൊന്നായി എന്റെ അവസാനം തന്നെ കട്ടിയുള്ള പിടിച്ചെടുക്കണ്ടായി. ജന്മല്ല പേര് മാത്രമേ ഉള്ളൂ സാർ.
ഇവൻ പറഞ്ഞ പോലെ ഈ എണ്ണം കെട്ടനെ കുട്ടി നിങ്ങൾ എങ്ങോട്ട് പോകണ്ട സാർ. ഞാൻ പോവാ. ഇങ്ങനെ വഴിയിൽ ഇറക്കിട്ട് പോകാനായിരുന്നെങ്കിൽ മേലാളന്മാരുടെ കൈയും കാലും പിടിച്ച് തന്നെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നത്. നിന്റെ മനസ്സിലുള്ളത് നീ പൊത്തിവെച്ച ബാക്കികളൊക്കെ എങ്ങനെ മനസ്സിലാവും ചെയ്യാൻ. അത് നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കില്ലെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ജീവിക്കണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വിശ്വസിച്ച പെൺകുട്ടി കൊടുത്ത വാക്കാം. എനിക്കതായാലും പോയേ പറ്റൂ. ഹോസ്പിറ്റലില് ആ കൊച്ചിനോട് വേണമെങ്കിൽ വരാം. ഓ ആ സീനിയോറിറ്റി അല്ലേ, സംഭവം പൊളിച്ചടിക്കും സീന് അല്ലേ. സീന് അതായത് കുഞ്ഞു സീനാണെങ്കിലും ഭയങ്കര ഇമ്പാക്ട് ഉള്ള ഒരു സീന്. അവരുടെ ആടെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുള്ള സംഭവങ്ങൾ അല്ലെ. അത് ഭയങ്കര ആ ഒരു റിയലിസ്റ്റിക് മോഡിൽ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും നമുക്ക് ആ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇമോഷൻസ് സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഒരു അടി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇമോഷൻ സീൻ വരില്ലായിരുന്നു. അപ്പൊ ആ വന്നത് കൊണ്ട് എഗെയിൻ അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ അലിയാനും സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, ഇത്രയും കാലം പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് പറഞ്ഞത്, നീ എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാ എല്ലാവരും കൂടെ നിൽക്കില്ലേ. കാരണം നമുക്ക് ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ വീട്ടിൽ ഉറങ്ങിയതിനേക്കാളും നിങ്ങളുടെ കൂടെയാണ് കൂടുതൽ ഉറങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ആ പെൺകുട്ടി കൊടുത്തിട്ടുള്ള വാക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മമ്മൂക്ക് എന്താ പറയുക, ഇത്രയും റിസ്ക് ഒക്കെ എടുത്തിട്ട് ആ ഒരു മിഷൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുന്നത് നമ്മൾ അറിയില്ലേ. ആ ഒരു സംഭവം ഇങ്ങനെ കേട്ടിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു പുള്ളി എന്താ പറയാ പ്രതികളെ പിടിക്കണം എന്നുള്ള അത് മാത്രല്ല, ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഈ ബ്രൈബിന്റെ സംഭവം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒഫീഷ്യൽസ് മേലധികാരികളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് വേണ്ട വേണ്ടാന്ന്. സ്റ്റിൽ മമ്മൂക്കയാണ് അവിടെ പറഞ്ഞത്. കാരണം കണ്ണൂർ സ്ക്വാഡ് എന്നുള്ളത് 3 പേര് മാത്രമല്ല, 4 പേര് വരുമ്പോഴാണ് അതൊരു കണ്ണൂർ സ്ക്വാഡായി മാറുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു ഈ മൊമെന്റിൽ ഈ ഒരു പ്രശ്നം വന്നത് ചിലപ്പോൾ നല്ലതിനും കൂടി ആവാം. അതായത് അവരുടെ ഒന്നും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളൊക്കെ സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ജോസും ജയനും തമ്മിലല്ലേ, അവരുടെ ആ ഒരു ക്യാരക്ടർ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. അപ്പൊ അത് മാറിയിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ എടുക്കാൻ പോവാൻ തോന്നുന്നുണ്ട്. കാരണം ഒരു ദിവസം കൂടി ഉള്ളു, അതായത് 9th ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി ഉള്ളു. ഇനി ബാക്കി എന്താ സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷെ ട്രെയിൻ പിടിക്കാനായിട്ട് അവരവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ആ സമയത്തേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും വഴിയിലൂടെയാണോ പിടിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ നെക്സ്റ്റ് സീൻ വരേക്കും ബൈ.